പപ്പ എന്തിയെ? അതെ, വരാനായിട്ട് ഇറങ്ങി ഒരുങ്ങിയതാ. അപ്പോഴാ മൈസൂരിൽ നിന്ന് 3-4 സ്നേഹിതന്മാര് വന്നു വിട്ടത്. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പവും വീട്ടിൽ ചെല്ലുമ്പോ പപ്പ അവിടെ ഉണ്ടാവും. പോയി പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ലെന്ന്. കുട്ടി പറയണത് കേൾക്കൂ. നിക്കൂ നിക്കൂ കുട്ടി അവിടെ നിക്കൂ, ഞാൻ പറയണത് കേൾക്കൂ. അലവലാതി. ഇനിയിപ്പോ ഇവിടുന്ന് ചുരുട്ടിക്കെട്ടിക്കൊണ്ട് പോകാനാ ബുദ്ധിമുട്ട്. എന്താ അപ്പു? എന്താ കാര്യം? കാര്യം പറ അപ്പു. എന്നെ കൂട്ടിട്ട് പോവാൻ പപ്പ വന്നില്ല. എന്തേ കുട്ടിയുടെ പപ്പ വന്നില്ല? ഞാൻ എഴുതിയിരുന്നാണല്ലോ ഇപ്രാവശ്യം കൂട്ടിയിട്ട് പോകാൻ തീർച്ചയായും വരണമെന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ? എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കെട്ടി കൊണ്ടുതാ. ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ. സാരമില്ല അപ്പു. അപ്പു ചെല്ല്. ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട. അപ്പു ചെല്ല്. വാ, നമുക്ക് പോവാം. പപ്പ അപ്പൂസ്. ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ. ഷുവർ? ഷുവർ. എവിടൊക്കെ? അതൊക്കെ കണ്ടോ. ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ? അയ്യ, അതൊക്കെ നിസ്സാരമല്ലേ. അതിപ്പോ ദിവസം പോവാലോ. എന്നാ ഹോഴ്സ് റൈഡിങ് കൊണ്ടുപോവോ? പിന്നെന്താ, വേണ്ടി വന്നാലൊരു കുതിരയെ തന്നെ വാങ്ങിയേക്കാം. എന്താ മണിക്കരെ? ആ അതെ അതെ. പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ? അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പു ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ. ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം. അല്ല, അപ്പുകുട്ടൻ ഇങ്ങ എത്തിയോ? കാലത്ത് മുതല് കാറ് വരുന്നോന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എന്നെ ആരാ കൂട്ടിട്ട് വന്നെന്ന് അറിയോ അമ്മണി ചേച്ചിക്ക്? ആരാ? പപ്പ. ആ, ഈ അവധിക്ക് എന്നെ എങ്ങാണ്ടൊക്കെയോ കൂട്ടിട്ട് പോന്ന് പറഞ്ഞിരിക്കയാ പപ്പ. അതെയോ? നന്നായി. ഞാൻ പിന്നെ ചേച്ചി. ഒന്ന് മാറ, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. പപ്പ എവിടെ പോവാ? ഓഫീസിലേക്ക്. എന്താ? പപ്പ എന്തേനൊരു സിനിമയ്ക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് 6 മണിക്കല്ലേ? അപ്പു റെഡിയായിരുന്നോ? ഞാൻ എത്തിയേക്കാം. താങ്ക് യു. വെൽക്കം.
കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? കലാവാസന ഇത്രയല്ലേ ഉള്ളൂ. വേണ്ട, ഉരിയണ്ട. ആ കെട്ടി രണ്ടും കൂടെ അടുക്കളയിലേക്ക് കൊണ്ടുപോകട്ടെ. പണിക്കരമ്മാവാ, എന്തോ ഇതൊക്കെ? അപ്പൊ ഇളമീലാലിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇന്ന് രാത്രി വെളുക്കോളം ഇവിടെ എന്താ നടക്കാൻ പോണത്? പൂരമല്ലേ? പാർട്ടിയും പാർട്ടിയുടെ പുറത്ത് പാർട്ടിയും. അപ്പൊ പപ്പ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ? സിനിമ ഇവിടെ ഇന്ന് ആനയെക്കൊണ്ട് അറുത്ത് ആറാട്ട് നടത്താൻ പോകുമ്പോഴേ സിനിമ. ദേ നല്ല ഉഗ്രം സാധനം അകത്തേക്ക് പോയിക്കണത്. വേണമെങ്കിൽ പോയി ആരും കാണാതെ പൊട്ടിച്ച് ഒരു 50 അടിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അതാ നല്ലത്. സിനിമേ കഷ്ടമൊന്നല്ലാതെ എന്താ പറയുക? സ്കൂൾ അടച്ചിങ്ങ എത്തിയേ ഉള്ളൂ. അതിന് ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നു സാരമില്ലായിരുന്നു. വേണ്ട. എന്താ അപ്പുമോനെ, എന്താ ഈ കാട്ടിയേ? എന്താ എന്ത് പറ്റി? സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു. അത് കയ്യിലെടുത്ത് ഒരൊറ്റ എറി. വന്നേ അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികള്. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ? എന്താ നീ ഇങ്ങനെയെന്ന്? പപ്പയോ മറന്ന് എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. ശരിയാ ശരിയാ, ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തേ പണിക്കരെ ആരും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ? എന്തേ ബാലൂട്ടൻ പോയോ? ബാലൂട്ടാ, ബാലൂട്ടാ, ബാലൂട്ടാ. ദേ നോക്കി, ഇന്ന് അപ്പുന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. വൈകിട്ട് 6 മണിക്ക് എത്തിയേക്കണം. നീ റെഡി ആയിട്ട് വന്നോ, ഞാൻ എത്തിക്കോളാം. ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ മറക്കരുത് കേട്ടോ. എന്റെ അപ്പൂസിന്റെ കാര്യമില്ല, ഞാൻ മറക്കുവോ? എന്നാ പറഞ്ഞേ, എത്ര മണി എന്നാ പറഞ്ഞേ? 6 മണി. 6 മണി എന്നാ പറഞ്ഞത്? 7 മണി. 7 മണിയാ? എത്ര മണിക്കാ ഒന്ന് പറ. 6 മണി. ശരി, 6 മണി. ഓക്കെ. ഞാൻ കാത്തിരിക്കട്ടോ. മോനെ കരയ്ക്കലേ. എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി.
Hi, cheers. ആമേ ആംസ് ആമേ യ്യോ. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നില്ലേ 6 മണിക്ക് ഒടുക്കത്തെ മറവിയ നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു അറിയാമല്ലോ ഞാനൊരു മറവിക്കാരനാണ് വാ ഡിസ്പെൻസറി പോ ഇപ്പൊ പൂട്ടി കാണത്തില്ല 9 മണിയായിട്ടുള്ളൂ വാ ബാലുട്ടാ ഒന്നിങ്ങ് വന്നേ. ഇവിടം കല്ലിച്ചോന്നൊന്ന് നോക്കിയേ. കുത്തിവെച്ചായിരുന്നല്ലേ ഉം. സോറി എന്നാൽ ഇതൊരു വല്ലാത്ത മറവി എന്റെ ബാലുട്ടാ. ഇന്നും തീർന്നില്ല മാമേ ആ നശിച്ച മറവി നീ ഉണ്ടായിരുന്നപ്പോ ഡേയ് ഈ പാല് വാങ്ങിച്ച് അകത്തോണ്ട് കൊണ്ടേ എന്നിട്ട് നനച്ചാ മതി. ഈ സൈക്കിള് സ്വന്തോ? ആണല്ലോ. എന്താ വല്ല പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ അവിടെ കയറി ഇരിക്കട്ടെ, ഒന്ന് ചവിട്ടാവോ? പിന്നെന്താ കേറിക്കോ, ഈ മുറ്റത്തിട്ട് റൗണ്ട് ഇറക്കിയേക്കാം. വേണ്ട, അല്ലെങ്കിൽ തന്നെ സാർ ഇത്തിരി ദേഷ്യത്തില്ല. ഇവിടെ നോക്കാനും പിടിക്കാനും ആരുമില്ല എന്നാണ് സാറിന്റെ പരാതി. ഇനി അതിന്റെ മുകളിൽ പറിച്ചു കയറി വല്ല തട്ടുക മുട്ടുക വല്ലതും ചെയ്താൽ സാർ തന്നെ ഗുഡ് മോർണിംഗ് അപ്പു. ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാവോ? പിന്നെ എന്നാ ആ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ. അതിനെന്താ ഇവിടെ പണിക്കണേ ആ സൈക്കിളിൽ കൊണ്ടുവന്ന് പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലം ഒന്നും പഠിപ്പിക്കരുത്. അത് സർവാപത്ത ഞാൻ പറഞ്ഞേക്കാം. എലുത്തോണ്ട് പാടും. ഇവിടെ പണിക്കണേ തനിക്കറിയാവണോ സൈക്കിൾ എവിടെ? ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ. അങ്ങനെയാ എന്റെ വളർച്ച നിന്നുപോയത്. ഇത്രയും അപകടം പിടിച്ച ഒരു വാഹനം, ഇതിന്റെ ടയർ നിലത്ത് മുട്ടാൻ 1/4 ഇഞ്ച് വീതിയേ ഉള്ളൂ. ആകെയുള്ളത് 2 ചക്രവും. വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുമോ? അപ്പൊ പിന്നെ ഈ ആളുകളെ കയറുന്നാണോ? അത് പിന്നെ വീണ്ടും വിചാരമില്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്? എന്നാലും എനിക്ക് ഇത്തിരി വീണ്ടും വിചാരം കുറവാ. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഹായ്. ആ, ആ. മാറണോ? പപ്പ എന്നെ ഇവിടെ വെച്ചൊന്ന് ചവിട്ടാ പപ്പ. പിന്നെ അതിനെന്താ? 9:30 ബോർഡ് മീറ്റിംഗ്. എന്നാലത് പറഞ്ഞുകൂടാ നിനക്ക്? നാവുമായിട്ടോ നിൽക്കുക വണ്ടി ഇടറും. അപ്പോ ഞാൻ പോയിട്ട് വരാം. കണക്കായിപ്പോയി. ഇളമീലാന് സൈക്കിളെ കയറായിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ? പോടാ തന്നെയാണോ? പോടാ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്നാ കേട്ടത്. നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന് പകരം കൊഞ്ചിക്കുക. അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിൽക്ക്, ഇവിടെ, ഇവിടെ നിൽക്ക്. ഡേയ്, ഡേയ്, മരത്തിൽ കയറിയാണ് കളി. ഇങ്ങോട്ട് ഇറങ്ങ്. അധിക പ്രസംഗി. ഇങ്ങോട്ട് ഇറങ്ങ്. സൂക്ഷിച്ച വീഴും വീഴും വീഴും.
എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്ക് പുറത്തു പോകണം. എന്താണ്